friends, welcome back to my channel. ഞാനിവിടെ കുർത്തി ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിന് മേലെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് ഓവർ ഫാബ്രിക്. അതിന് രണ്ടാക്കി മടക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. $7.5 അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്നും 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോളിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴത്തൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഒരു കേർവ് ലൈനായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ പാറ്റേൺ. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഷോൾഡർ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അടിയിലത്തെ ഫാബ്രിക് കട്ട് ചെയ്ത് പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെ നമുക്ക് നോർമലായിട്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ താഴത്തും കട്ട് ചെയ്യാം. നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്തെടുക്കണം. 1/2 ഇഞ്ചല്ല, 1/4 ഇഞ്ച് മതിയാവും. സീം എലമെന്റ്സിന് വേണ്ടിയിട്ടാണിത്. ഓക്കെ, നമുക്ക് സെന്റർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ാണ് നമ്മുടെ പാറ്റേൺ ഉണ്ടാവുക. ഞാനിവിടെ പൈപ്പിംഗ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡ്സിൽ നമുക്കൊന്ന് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കോർണേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പൈപ്പിംഗ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലോത്തും കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുർത്തിയായിട്ട്
ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുർത്തിയുടെ നല്ല വശം എടുത്തിട്ടുണ്ട്. അതിന് മേലേക്ക് ഇത് വെച്ച് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം, റഫായിട്ടൊരു സ്റ്റിച്ച്. അത് നമുക്ക് പിന്നീട് അയച്ചു കളയാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നോർമലായിട്ടുള്ള റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ ബയർ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിത് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിവിടെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം. നൂല് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നൂല് അയച്ചെടുക്കാം. യോക്ക് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നെക്ക് ഡിസൈൻ ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.